സഭാസ്നേഹത്തിന്റെ അഗ്നിയും സുറിയാനി പൈതൃകത്തിന്റെ വിജ്ഞാന കോശവുമായിരുന്നു അന്തരിച്ച ഭാരതത്തിന്റെ വലിയ മൽപ്പാൻ ഫാദർ ഡോക്ടർ തോമസ് കൂനമാക്കൽ എന്ന് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. വിജ്ഞാനം കേവലം പുസ്തകങ്ങളിൽ ഒതുക്കാതെ അത് ജീവിതചര്യയാക്കി മാറ്റിയ സന്യാസ ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹമെന്നും അഭിവന്യ പിതാവ് അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. സീറോ മലബാർ സഭയിലെയും ആഗോള സുറിയാനി പണ്ഡിത ലോകത്തെയും തേജോമയമായ ഒരു നക്ഷത്രമാണ് അസ്തമിച്ചത്. അഗാധമായ പാണ്ഡിത്യവും സന്യാസതുല്യമായ ജീവിത ലാളിത്യവും കൊണ്ടാണ് ഭാരതത്തിന്റെ വലിയ മൽപ്പാൻ എന്ന വിശേഷണത്തിന് കൂനമാക്കൽ തോമക്കത്തനാർ അർഹനായത്. സുറിയാനി പാരമ്പര്യത്തിന്റെയും ആരാധനക്രമത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത വക്താവായിരുന്നു അച്ഛൻ. വിജ്ഞാനദാഹിയായ ഒരു വിദ്യാർത്ഥിയായും വിജ്ഞാനം പകർന്നു നൽകുന്ന ഉത്തമനായ ഒരു ഗുരുവായും അദ്ദേഹം തിളങ്ങി. നസ്രാണി സഭാ ചരിത്രത്തിലും സഭാപിതാക്കന്മാരുടെ ദർശനങ്ങളിലും അദ്ദേഹം ഒരു വിജ്ഞാനകോശം തന്നെയായിരുന്നുവെന്നും ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അനുശോചന സന്ദേശത്തിൽ പരാമർശിച്ചു. വിജ്ഞാനം കേവലം പുസ്തകങ്ങളിൽ ഒതുക്കാതെ അത് ജീവിതചര്യയാക്കി മാറ്റിയ സന്യാസ ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം. സുറിയാനി സന്യാസ ജീവിതത്തിന്റെ തനിമ വീണ്ടെടുക്കാൻ അദ്ദേഹം സ്ഥാപിച്ച ബേത് എഫ്രേം നസ്രാണി ദയറ അച്ഛന്റെ തീക്ഷ്ണമായ സഭാസ്നേഹത്തിന്റെ നിത്യസ്മാരകമാണ്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തെ സ്നേഹിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് അച്ഛൻ കാപ്പുന്തലയിൽ സ്ഥാപിച്ച ദയറയും എക്കാലവും ഒരു വഴികാട്ടിയായിരിക്കും. ബഹുഭാഷാ പണ്ഡിതനായിരുന്നിട്ടും ലാളിത്യവും പ്രകൃതി സ്നേഹവും കൈവിടാത്ത അച്ഛന്റെ വ്യക്തിത്വം പുതുതലമുറയിലെ വൈദികർക്കും അൽമായർക്കും ഒരുപോലെ മാതൃകയാണ്. അച്ഛന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളുടെയും കാപ്പുന്തല ദയറയിലെ അംഗങ്ങളുടെയും പാലാരൂപതയുടെയും ദുഃഖത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത പങ്കുചേരുകയാണെന്നും മാർ തറയിൽ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഷെഖേന ന്യൂസ്, കോട്ടയം.